ശരീരം ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്താണ് പൊതുദർശനത്തിനായിട്ട് വെച്ചിരിക്കുന്നത്. അവിടെ അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയ കേരളമാകെ തന്നെയും രാഷ്ട്രീയ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വമാകെ തന്നെയും അദ്ദേഹത്തിന് വിട നൽകുകയാണ്, വിട പറയുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ടുള്ള നേതാക്കൾ അവിടെയുണ്ട്. വി ഡി സതീശൻ, കെ സുരേന്ദ്രൻ തുടങ്ങി കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെയുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ, സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങി രാഷ്ട്രീയ കേരളത്തെ ഇപ്പോൾ നയിക്കുന്ന മുതിർന്ന മനുഷ്യരെല്ലാം തന്നെയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധ പൂർണ്ണമായി തന്നെയും അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഇപ്പോൾ ആലപ്പുഴയിലെ സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസായി മാറിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ മടിക്കേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. രാഷ്ട്രീയ കേരളത്തിൻ്റെ കേന്ദ്ര ബിന്ദു ആയിരുന്ന മനുഷ്യൻ, രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരുപാട് കാലം രാഷ്ട്രീയ കേരളത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്ന ഒറ്റ മനുഷ്യൻ വി എസ് അച്യുതാനന്ദൻ, അദ്ദേഹം അന്തരിച്ചതിന് ശേഷം ഇത്രയും മണിക്കൂറുകളായി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് തീർന്നിട്ടില്ല കേരളത്തിന് എന്നത് ബോധ്യപ്പെടുകയാണ് നമുക്ക് ഓരോ നിമിഷത്തിലും. ഇവിടെ എന്തുമാത്രം വലിയൊരു ജനതയാണ് അദ്ദേഹത്തിന് വേണ്ടി തടിച്ചു കൂടിയിരിക്കുന്നത്, എത്രമാത്രം ആവേശത്തോടു കൂടിയാണ്, കെടാത്ത ഊർജ്ജത്തോടെയാണ് അദ്ദേഹത്തിന് വേണ്ടി അവർ മുദ്രാവാക്യം വിളികൾ മുഴക്കുന്നത് എന്നത് ഓരോ ഘട്ടത്തിലും നമുക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതമാണ് ആ നിലക്ക് വരുന്നത്. നമ്മൾ നേരത്തെയും എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഇ കെ നായനാരുടേതടക്കമുള്ള ഈ വിലാപയാത്ര ആ നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ആളാണ്, റിപ്പോർട്ട് ചെയ്ത ആളാണ്. ഈ ജോലിയുടെ തുടക്കത്തിൽ ഇ കെ നായനാരുടെ തുടക്കകാലത്ത് ഇ കെ നായനാർ അന്തരിച്ചതിന് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ പോകുന്ന ആ വിലാപയാത്ര സഞ്ചയത്തിനൊപ്പം ക്യാമറയും മൈക്കുമായിട്ട് റിപ്പോർട്ടിങ്ങുമായിട്ട് നീങ്ങിയ ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കേരളത്തിൻ്റെ പകുതി വരെ മാത്രമേ ഇപ്പോൾ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ കണ്ണൂർ വരെ പോകുന്നില്ല. വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുള്ള വിലാപയാത്ര ആലപ്പുഴ വരെയേ ഉള്ളൂ, കേരളത്തിൻ്റെ പകുതി ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ മറുപകുതിയിലുള്ള ആളുകളടക്കം അദ്ദേഹത്തിൻ്റെ സഖാക്കളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ മറുപകുതിയിലുള്ളവരടക്കം ഇവിടേക്ക് വന്നതുകൊണ്ട് ഒരുപക്ഷെ അന്ന് കണ്ടതിനേക്കാൾ കൂടുതൽ ആൾക്കൂട്ടത്തെയാണല്ലോ ഞാൻ ഒറ്റ സ്ഥലത്ത് കാണുന്നത് എന്ന തോന്നലാണ്. ചില സമയങ്ങളിൽ ഈ യൂട്യൂബിലെ നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കുമ്പോഴും ചില സമയങ്ങളിൽ പുറത്തുള്ള മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും എനിക്കുണ്ടാകുന്ന തോന്നൽ അതാണ്. അതേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള ഈ നേതാക്കളുടെ വിലാപയാത്ര പൊതുദർശന പരിപാടികളിൽ നിന്നൊക്കെ കൂടുതലായിട്ടുള്ള ആളുകളെയാണല്ലോ ഈ കാണുന്നതെന്ന തോന്നലാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്കുണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് എനിക്കറിയില്ല, ആളുകളുടെ എണ്ണം ആ നിലക്ക് നമ്മൾ മറ്റുള്ള സംഭവങ്ങളോട് താരതമ്യപ്പെടുത്തേണ്ടതുണ്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെ താരതമ്യപ്പെടുത്തിയാൽ ആ നിലക്ക് അത് ശരിയാകുമോ എന്നും എനിക്കറിയില്ല, നമുക്ക് എണ്ണമെടുക്കുക സാധ്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ ഈ ആവേശം കാണുന്നത് ഞാൻ നേരത്തെ പലതവണയായിട്ട് പറഞ്ഞു, 2 മണിക്കും 1 മണിക്കും ഒക്കെ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും വന്ന ആളുകൾ ഈ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ഗേറ്റിൻ്റെ ഇരുമ്പഴികളോട് മുഖമമർത്തിയിട്ട് ഇങ്ങനെ താങ്ങി നിൽക്കുകയായിരുന്നു ഒരുപാട് മണിക്കൂറുകൾ. അവർ ഒരു തുള്ളി വെള്ളം കുടിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ ഒറ്റ നിൽപ്പ് നിൽക്കുകയായിരുന്നു. അവർ അങ്ങേയറ്റം തളർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഗേറ്റിന് അപ്പുറത്തുള്ള ഗേറ്റ് പതുക്കെ ആളുകൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. അവിടേക്ക് ആളുകൾ അതിനകത്തുകൂടെ പോകുന്നുണ്ട്. അതിനകത്തുകൂടി ആയിരിക്കണം ഒരുപക്ഷെ എൻട്രൻസ് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കണം. എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല, ഇവിടെ നിന്ന് എനിക്ക് കാണാം. പക്ഷേ ആ ഗേറ്റ് പതുക്കെ തുറന്ന്
പക്ഷേ ആരും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തുറന്നതാണ്, അത് അടച്ചിട്ടുണ്ട്. അതുവഴിയും കുറച്ച് ആളുകൾ ഇപ്പോൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രധാനപ്പെട്ട ഗേറ്റിനകത്തുകൂടെ തന്നെയായിരിക്കും അകത്തേക്ക് കടക്കുക എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ആ ഗേറ്റ് അല്പം നേരത്തേക്ക് തുറന്നിരുന്നു. അതെനിക്ക് തോന്നുന്നു നേരത്തെ ഇവിടെ വന്ന ഇ എൻ വാസവൻ അടക്കമുള്ള ആളുകളോ അല്ലെങ്കിൽ അതിനുശേഷം വന്ന ആളുകൾ പുറത്തേക്ക് കൊണ്ടുപോകാനായിരിക്കണം. ആ ഗേറ്റ് കൂടെ ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒട്ടും അക്ഷമനല്ലേ എന്ന് വെച്ചാൽ അക്ഷമനാണ്. അവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതേ ക്ഷമിക്കണം, പരിപാടിയിൽ ഒരുപാട് നേരമായിട്ട് റിപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ചില കാര്യങ്ങളാണ്. ഈ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവർക്ക് അകത്ത് കടക്കേണ്ടതുണ്ട്. പക്ഷേ ആ അക്ഷമം അവർക്ക് സ്വാഭാവികമായിട്ടുമുണ്ട്. പക്ഷേ അത് പാർട്ടിയുടെയും പോലീസിൻ്റെയും നിയന്ത്രണങ്ങളെ അതിലംഘിക്കുന്ന അക്ഷമയാകരുത് എന്ന നല്ല ബോധ്യമുള്ള പാർട്ടിക്കാരെയാണ് ഇവിടെ പുറത്ത് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് നേരമായിട്ട് മണിക്കൂറുകളായിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽക്കുകയാണ്. എങ്ങനെയാണ് നേതാക്കൾ ജനസഹസ്രങ്ങളുടെ ആരാധനയ്ക്ക് ഇത്രമാത്രം അർഹമാകുന്നത്? അതെങ്ങനെ അത്രയും ആരാധനയ്ക്ക് അർഹമാകുന്ന ജീവിതങ്ങളിലേക്ക് എങ്ങനെയാണ് നേതാക്കൾ എത്തുന്നത് എന്നത് ഒരുപാട് ആളുകൾ ഒരുപാട് കാലം മുമ്പ് മുതൽ പഠിക്കുന്ന കാര്യമാണ്. അതായത് ലോകത്തിൻ്റെ എല്ലായിടങ്ങളിലും ഒറ്റ വ്യക്തികൾ, സാധാരണ മനുഷ്യർ, സാധാരണ ജീവിത സാഹചര്യങ്ങൾ കടന്നു വരുന്നവർ നേതാക്കളായി മാറിയിട്ട് അവർ ജനസഞ്ചയത്തിൻ്റെ വലിയ ആരാധനയ്ക്ക് അർഹമാകുന്നത് അവരുടെ ജീവിതകാലം കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് ഏറ്റവും ഗംഭീരമായുള്ള യാത്രയയപ്പ് അവരുടെ ജനത നൽകുന്നത് എന്തുകൊണ്ടാണ് എന്നതൊക്കെ ഒരുപാട് തെളിവുകൾ അതിനു മുമ്പുണ്ട്. ഈ സംഭവങ്ങൾ വേറെയും ലോകത്തെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങളും ആലോചനകളും അതേക്കുറിച്ച് നടന്നിട്ടുമുണ്ട്. പക്ഷേ നമ്മളതിൽ നേരിട്ട് പങ്കാളികളാകുമ്പോൾ, അത് നേരിട്ട് നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അതിന് മുന്നിൽ നിന്ന് ആ കാര്യങ്ങളെ കാണുമ്പോൾ ആ മനുഷ്യരുടെ തിളങ്ങുന്നതും എന്നാൽ അതേസമയം ദുഃഖഭരിതവുമായുള്ള എന്നാൽ ഊർജ്ജത്തിലൊട്ടും കുറവില്ലാത്തതുമായ മുഖങ്ങൾ കാണുമ്പോൾ നമ്മൾ അതേക്കുറിച്ചൊക്കെ വീണ്ടും ആലോചിക്കും. എന്തുകൊണ്ട് എങ്ങനെ വി എസ് അച്യുതാനന്ദൻ എന്ന മനുഷ്യൻ ഇത്രയ്ക്ക് വലിയ സ്നേഹത്തിന് അർഹനായി എന്ന്. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ രാഷ്ട്രീയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെല്ലാം മാധ്യമപ്രവർത്തനം എന്നതൊക്കെ വളരെ അടുത്ത് നിന്ന് കണ്ട ആളാണ് ഞാൻ. എനിക്കറിയാം അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു ആരാധനയ്ക്ക് അർഹനായതിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് അക്കാലങ്ങളിൽ അതിസൂക്ഷ്മമായിട്ട് രാഷ്ട്രീയത്തെ അടുത്ത് നിന്ന് നോക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ജോലി നമ്മളെല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ആ നിലക്കുള്ള അനുഭവ പരിചയം എനിക്കുണ്ട്. അദ്ദേഹം ആ ഒരു ആരാധനയ്ക്ക് അർഹമായി എങ്ങനെ നേടി എന്നത്. പക്ഷേ അപ്പോഴും അതെല്ലാം അറിഞ്ഞുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ എത്രയ്ക്ക് മഹാനായിട്ടുള്ള മനുഷ്യനായിരുന്നു, നേതാവായിരുന്നു എന്നൊക്കെ അറിയുമ്പോഴും ഈ അത്ഭുതം നമുക്ക് ഇതിന് അടുത്തിരിക്കുമ്പോൾ തീരില്ല എന്നതാണ്. 1923 ജനിച്ചിട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അധികം മനുഷ്യർ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു മലയാളിയും അദ്ദേഹം ജനിച്ച വർഷം ജനിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഉണ്ടെങ്കിൽ തന്നെ 100 കടന്ന വളരെ ചുരുക്കം മനുഷ്യരല്ലേ ഉണ്ടാവുകയുള്ളൂ. വി എസ് അച്യുതാനന്ദൻ ജനിച്ച വർഷം, വി എസ് അച്യുതാനന്ദൻ ജീവിച്ച കാലങ്ങളിൽ ജീവിച്ച മനുഷ്യർ എത്ര ചുരുക്കമായിരിക്കും ഈ കാലത്തുണ്ടാവുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. വളരെ ചുരുക്കം, കൈവിരലിൽ എണ്ണിയെടുക്കാവുന്ന അത്രയ്ക്ക് മനുഷ്യർ മാത്രമായിരിക്കും 100-ന് മുകളിൽ പ്രായമുള്ള മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ടാവും. 1923 എന്ന് വെച്ചാൽ 1920-കൾ എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ തന്നെ രാഷ്ട്രീയത്തിൽ പുതു സംഭവങ്ങൾ, പിൽക്കാലത്തെ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലങ്ങളെ നിർണ്ണയിച്ചിട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയമായ കൂടിച്ചേരലുകൾ ഉണ്ടാകുന്ന കാലമാണ് 1920-കൾ. 1920-കൾ അതേ കാലത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം ഉണ്ടായത് എന്ന് നമ്മളിപ്പോൾ ഓർക്കുകയാണ്. 1920-ലാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി അതിൻ്റെ ആദ്യ രൂപമെടുക്കുന്നത് 1925-ലാണ്. അദ്ദേഹം ജനിച്ചിട്ട് 2-ാം വർഷം, അദ്ദേഹം 2 വയസ്സുള്ള കുഞ്ഞായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം മാത്രമല്ല, 1925 എന്ന വർഷത്തിൻ്റെ പ്രത്യേകത നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സംഘപരിവാരവും RSSഉം രൂപവൽക്കരിക്കപ്പെട്ട വർഷമാണ് രാജ്യത്ത്. 1925 എന്ന വർഷത്തിൽ 2 വർഷത്തിനപ്പുറം അദ്ദേഹം ജനിക്കുന്നു. വളരെ ദരിദ്രമായ സാഹചര്യങ്ങളിൽ ആ കാലത്തിൻ്റെ ദാരിദ്ര്യമുണ്ട്, ഒപ്പം സവിശേഷമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ഗേറ്റ് തുറന്ന് കുറച്ച് പേരെങ്കിലും അകത്തേക്ക് കടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മഴ നനഞ്ഞു നിൽക്കുന്ന മനുഷ്യരിൽ ചിലരെങ്കിലും അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ 1923 ജനിച്ച് 2025 ആ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ക്യാമറ ഒരു നിമിഷം. ശ്രദ്ധിച്ചു ചേട്ടാ, വീടല്ലേ